എത്ര വലിയ മഹത്വം നമുക്കുണ്ടെങ്കിലും കുടുംബബന്ധം ചേർക്കുക എന്ന നന്മന്റെ മുകളിലൊന്നും ഒരു നന്മക്കും പറക്കാൻ കഴിയില്ല. അതിൽ നമ്മൾ നമ്പർ 1 ആയിരിക്കണം. പെങ്ങന്മാരെ പരിഗണിക്കണം, ജ്യേഷ്ഠന്മാരെ പരിഗണിക്കണം, അനുജന്മാരെ പരിഗണിക്കണം. കുടുംബബന്ധം മുറിക്കുന്നവന്റെ ദുആ സ്വീകരിക്കൂല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്നാ? കുടുംബബന്ധം ചേർക്കുന്നവരുടെ ദുആ സ്വീകരിക്കും. കുടുംബബന്ധം മുറിക്കുന്ന ആള് നരകത്തിലാണ്, അഥവാ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹീം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്നാ? കുടുംബബന്ധം പുലർത്തുന്ന ആള് സ്വർഗത്തിലെത്തും. അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാര്. നമ്മളെ പെങ്ങളൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കേണ്ട, ഇടക്കിടക്ക് ഇക്കൊക്കെ ഒന്ന് കാണാനൊക്കെ വന്നോടെ. ഒന്നുമില്ല, എൻ്റെ ഭർത്താവ് ഉണ്ട്, ഗൾഫിലാണ്, ഒരു ചെലവിന് അയക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കാണാൻ ഓർക്കൊക്കെ വന്നാല് ആ ആഗ്രഹം നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുന്നില്ലേ? മൻ ഖതഅ റജാഅ മൻ ഇർതജാഉ ഖതഅ അല്ലാഹു റജാഅ യൗമൽ ഖിയാമ. നമ്മൾ അള്ളാഹിന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ ആഗ്രഹിച്ചു പോന്നാൽ ഒന്നും കിട്ടാതെ പോകും.